സംതൃപ്തി എന്നത് കേൾക്കാൻ നല്ല വാക്കാണെങ്കിലും അത് പ്രാവർത്തികമാക്കുവാൻ പ്രയാസമുള്ള ഒരാശയമാണ്. ഒരിക്കൽ ഒരു ധനികൻ തന്നിൽ നിന്ന് താഴേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഒരു കൂലിപ്പണിക്കാരനും ഭാര്യ കഠിനാധ്വാനം ചെയ്യുകയും സന്തോഷത്തോടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും സമാധാനത്തോടെ കിടന്നുറങ്ങുകയും ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അവർ സന്തുഷ്ടരും സംതൃപ്തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സമാധാനം തകർക്കുവാൻ ഈ ധനികൻ ആഗ്രഹിച്ചു. അങ്ങനെ ഈ ധനികൻ 99 വെള്ളി നാണയം ഈ കൂലിപ്പണിക്കാരൻ്റെ മുറ്റത്തേക്ക് എറിഞ്ഞിട്ടു. അപ്പോൾ മുറ്റത്ത് കുറേ വെള്ളി നാണയങ്ങൾ കിടക്കുന്ന കണ്ട് അദ്ദേഹത്തിന് അത്യധികം സന്തോഷമായി. അദ്ദേഹം നാണയങ്ങൾ എണ്ണാൻ തുടങ്ങി. എണ്ണിക്കഴിഞ്ഞപ്പോൾ 99 മാത്രമാണ് എന്ന് കണ്ടു. അദ്ദേഹം 100ാമത്തെ നാണയത്തിന് വേണ്ടി എല്ലായിടവും തിരയാൻ തുടങ്ങി. ഇന്നത്തെ എവൻഗേലിയൻ ഭാഗത്ത് മകൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു സിറോഫോനീക്കൻ അമ്മയെക്കുറിച്ച് നാം വായിക്കുന്നു. മകളെ സുഖപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. എന്നാൽ അവൾക്ക് യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും അനാദരവും തൃപ്തികരമല്ലാത്ത പ്രതികരണവും നേരിടേണ്ടി വരുന്നു. കുട്ടികൾ തൃപ്തരായാൽ മാത്രം ചെറിയ നായ്ക്കളെ പരിഗണിക്കാമെന്ന് യേശു അവളെ സൂചിപ്പിക്കുന്നു. അവൾ മക്കളോടൊപ്പം മേശയിലിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപമാനകരവും ഉദാസീനവുമായ മറുപടി അവളെ പിന്തിരിപ്പിക്കുന്നതുമില്ല. അവളുടെ വിശ്വാസത്തിൽ യേശു ആശ്ചര്യപ്പെട്ടു എന്ന് മാത്രമല്ല, അവളുടെ ഉത്തരത്തിൽ അവൻ തൃപ്തനാണ്. ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കുവാനും അവൻ നമുക്ക് നൽകുന്നതിൽ സംതൃപ്തരാകാനും നമുക്ക് ശ്രമിക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ.